കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എമ്പുരാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ. എമ്പുരാൻ റിലീസ് ചെയ്ത അന്നു മുതൽ തന്നെയാണ് ഈ വാർത്തകളും നിറയുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രേക്ഷകരെല്ലാവരും അതേക്കുറിച്ച് കേൾക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്നും പറയാം. എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയേണ്ട കാര്യം എമ്പുരാൻ്റെ കാര്യം മാത്രമാണ്. മോഹൻലാൽ ഈ ചിത്രം കണ്ടിട്ടില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ സത്യം അതല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. സത്യം ശരിക്കും മോഹൻലാൽ ആ സിനിമ കണ്ടിട്ടുണ്ട്. 6 മണിക്കൂർ എടുത്താണ് പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ ഈ കഥ മോഹൻലാലിന് നരേറ്റ് ചെയ്ത് കൊടുത്തത്. എമ്പുരാൻ്റെ കഥ ശരിക്കും മോഹൻലാൽ കേട്ടിട്ടില്ല എന്നും ലൂസിഫർ മാത്രമാണ് കേട്ടതെന്നും അത് ഹിറ്റായതിൻ്റെ പിന്നാലെ മോഹൻലാലിനെ ചതിക്കുകയായിരുന്നു പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അന്വേഷിക്കുന്നത്. മോഹൻലാലിനെ ആരും ചതിച്ചിട്ടില്ല. മോഹൻലാൽ കഥ കേൾക്കാതെ അങ്ങനെ ചെയ്യുകയുമില്ല. 6 മണിക്കൂറോളം ഇവർ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഈ കഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതും ഒരുമിച്ചിരുന്ന് പറഞ്ഞതുമൊക്കെ. മോഹൻലാലിന് അന്ന് വളരെയധികം ഇഷ്ടവും അതിനോട് താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെ തന്നെ പുറത്തു കൊണ്ടുവരും എന്നൊരു ടെൻഷൻ ആർക്കും ഇല്ലായിരുന്നു. ഇതിങ്ങനെയൊക്കെ ആകുമെന്നും ആരും കരുതിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്തരം രീതിയിലേക്ക് ഇവർ എടുത്തതെന്നും പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇപ്പോൾ ഇതേ വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. മോഹൻലാൽ സിനിമ കണ്ടില്ല എന്നും ചിത്രത്തിന് പ്രിവ്യൂ പൃഥ്വിരാജ് വയ്ക്കാത്തത് മനഃപൂർവ്വമാണെന്നുമൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ ചെയ്യാത്തതിൻ്റെ കാര്യം പ്രമോഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്ന് പറയുന്നു. ആരാധകരുടെ കൂടെ ഇരുന്ന് കണ്ടാൽ മതി എന്ന് മോഹൻലാൽ തന്നെയാണ് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് മോഹൻലാലിനെ കുറ്റം പറയാനും മുഴുവൻ കുറ്റം പൃഥ്വിരാജിൻ്റെ തലയിൽ വയ്ക്കാനും സാധിക്കില്ല എന്ന് പറയണം. മോഹൻലാൽ ചിത്രം കണ്ടിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. മോഹൻലാലിന് ചിത്രത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു. മുരളീഗോപി എഴുതിക്കൊടുത്ത സ്ക്രിപ്റ്റിൽ കുറേയധികം മാറ്റങ്ങൾ പൃഥ്വിരാജ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ ഇത്രയും മാത്രം പ്രശ്നമുണ്ടാക്കാൻ അല്ലെങ്കിൽ എല്ലാം പൃഥ്വിരാജിൻ്റെ തലയിൽ വയ്ക്കാൻ മാത്രമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടെയാണ് ആ സീൻ എടുത്തത്. സീൻ ഷൂട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഇതിന് ഇത്രയും വിപ്ലവം ഉണ്ടാകുമെന്നാണ് കരുതാത്തത്. ഇതിനെ ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് ആർക്കും ഒരു ഊഹമില്ലായിരുന്നു. ചിലപ്പോൾ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഇത്രയും മാത്രം പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയില്ല. എങ്കിലൊരിക്കലും ആ സിനിമ ഇങ്ങനെ ഷൂട്ട് ചെയ്യില്ലല്ലോ. റീഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ആയിട്ടൊരു സിനിമ എടുക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ ആളുകൾ അതേ സ്പിരിറ്റിലെടുക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരിക്കും. ചരിത്രം വലിച്ചടയ്ക്കാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ വളച്ചൊടിക്കാനൊന്നും ഇവിടെ ആരും ഉദ്ദേശിച്ചിട്ടില്ല എന്നവർ വീണ്ടും എടുത്തു പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.